അവളിങ്ങനെയൊക്കെ പോണത് കണ്ട് ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോഴത്തേക്കും എന്നെ അവനും അവളും കൂടെ വെട്ടിക്കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞു. ഈ നശിപ്പിച്ചതെല്ലാം എവിടെ ഒരറ്റിയും കാണണം. എവിടെ അവൻ്റെ ഒരു 15 അവൻ്റെ ഉരുപ്പടിയോടെ എവിടെ ഉറക്കത്തിൽ വലിച്ചു വീട്ടിൽ കൊണ്ടുപോയി. ഉറക്കത്തിലോ? ഉറക്കത്തിൽ മാമൻ്റെ അടുത്ത് കൂടെ എന്ന് പറയും. എനിക്കിപ്പോൾ എൻ്റെ കടയിൽ കയറാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കൊടുക്കണം. അതായത് ഞാൻ ഒന്നുമല്ല പുഴുത്ത പട്ടിയെ പോലെ. നിങ്ങൾ ഈ ഫോട്ടോ നോക്കിയേ. പ്രദീപ് എന്ന് പറയുന്ന 44 വയസ്സുകാരൻ, നല്ല ചിരിയുണ്ട്, കാണാൻ സുമുഖനാണ്. ഈ കാണുന്ന ഇതിൻ്റെ എല്ലാം ഓണറാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികളുടെ സമ്പാദ്യമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു രാത്രിയിൽ ആ തീരുമാനം എടുക്കുകയാണ്, ഇനി എനിക്ക് ജീവിക്കണ്ട, ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട എന്ന ആ തീരുമാനം എടുത്തിട്ട് അയാൾ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടുകയാണ്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്, എന്നെ ഒരു പെൺകുട്ടി ചതിച്ചു, എൻ്റെ കോടികൾ വരുന്ന സമ്പാദ്യം മുഴുവൻ ആ പെൺകുട്ടി അപഹരിച്ചു, ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ആ ഓഡിയോ ക്ലിപ്പ് അയക്കുന്നു. അങ്ങനെ അദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണ്. ശരിക്കും നിങ്ങൾ ആദ്യം ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്താണ് അദ്ദേഹം പറയുന്നത്, എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം അവസാനമായിട്ട് തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ആ ക്ലിപ്പിൽ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കിയേ. ഞാൻ മരിക്കുകയാണ്. ഞാൻ മരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച അവളുടെ അമ്മ ാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പലരുടെയും പല ആൾക്കാർ പയ്യന്മാരുടെയും പിന്നെ ബൈക്കിലും കാറിലോട്ട് പോയി പല സ്ഥലത്ത് ഹോട്ടലിൽ റൂം എടുത്ത് അവരെ വീട്ടിൽ പോയി വേണ്ടാത്ത എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ 1 കോടി രൂപയ്ക്കകത്ത് എൻ്റെ പൈസ പോയി. 1 കോടി രൂപയ്ക്കകത്ത് പോയി. അത് ഇപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് അതൊന്നും അവരൊന്നും ഏൽക്കുന്നില്ല. ഞാനങ്ങ് കടപ്പെട്ടു പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഞാൻ കഷ്ടപ്പെട്ട പൈസ മുഴുവൻ പോയി. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ഒരു നടത്തുന്ന അവനൊരു മെയിൻ ആളാണ്. എൻ്റെ മരണത്തിൻ്റെ ഒരു കാരണക്കാരനെ അവനാണ്. അവൻ്റെ കാറിൽ ഇന്നോവയിൽ 2 ഇടത്ത് വെച്ച് ഞാൻ കാണുകയും അത് ഞാൻ അവൻ്റെ കൂടെ പേഴ്സണലായിട്ട് വിളിച്ച് അവനെ കൂടെ നിർത്തി സംസാരിച്ച സമയത്ത്, ഇനി നീ ഇതിനെക്കുറിച്ച് വേണ്ടിക്കഴിഞ്ഞാൽ ഞാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്, നിന്നെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലേണ്ട ഏർപ്പാട് ചെയ്യും, എന്നെ കൊന്നുകളയുമെന്നവരെ പറഞ്ഞു. ഒരുപാട് സങ്കടത്തോടെ നെഞ്ച് പൊട്ടുന്ന രീതിയിലാണ് അദ്ദേഹം കരഞ്ഞാണ് പറയുന്നത്. കാരണം അത്രയും ഒരു തീരുമാനം എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും. ശരിക്കും പറയാം, അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ജീവിതങ്ങളാണ്. ഇതെല്ലാം പ്രദീപിനെ ആശ്രയിച്ച് ജീവിച്ച ആൾക്കാരുടെ അവസ്ഥയാണ്. കണ്ടല്ലോ, ഇതെല്ലാം പ്രദീപിൻ്റെയാണ് കാണുന്നത്. തച്ചോട്ട്, ചായ, വട, ജ്യൂസ് കട, ഈ തച്ചോട്ട് സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം ആ മിടുക്കനായ ചെറുപ്പക്കാരൻ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയ സ്വപ്നങ്ങളായിരുന്നു. ഇതെല്ലാം തച്ചുടച്ച് കളഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അനാഥമായത് കുറേ ജീവിതങ്ങളാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളാണ്, പ്രദീപിൻ്റെ തൊഴിലാളികളാണ്. ചേട്ടൻ്റെ പേരെന്താ? സജീവ്. അങ്ങനെ തുടങ്ങുന്നു, അങ്ങ് ഏറ്റവും പേര്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓഡിയോ ക്ലിപ്പ് എപ്പോഴാണ് ഈ പ്രദീപ് നെഞ്ചുപൊട്ടി പറയുന്ന കുറെ സംഭവങ്ങൾ എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധ വരുന്നത്? എപ്പോഴാണ്? നമുക്ക് വെളുപ്പിനെ ജോലിക്ക് വരാൻ വേണ്ടി ഫോൺ എടുത്ത് നമ്മൾ രാവിലെ ഉറക്കണമെങ്കിൽ ഫോൺ എടുക്കില്ല, അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്ത് വീട്ടിൽ പോയപ്പോഴത്തേക്കിനും ഇത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി എല്ലാവരെയും പേടിച്ച് വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും എത്തിയപ്പോഴത്തേക്കിനും അത് എപ്പോഴായിരിക്കും? പുള്ളി രാത്രിയിലായിരിക്കും, വെളുപ്പാൻ കാലത്താണ്. ഒരു 3:15 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിന് മുഖം കാണുമ്പോൾ തന്നെ താടിയൊക്കെ വളർത്തി നിരാശ ശരിക്കും ഉണ്ട്. പുള്ളി കുറെ ദിവസം കൊണ്ട് നിരാശയും ഇതൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ള കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതൊക്കെ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി പോകും, ആരെങ്കിലും ഒക്കെ പോകും. എല്ലാം തൊഴിലാളികളാണ്. ഇത്രയല്ല, ഇനി കുറെ പേരുണ്ട്. എത്ര പേരുണ്ട്? 20 പേര്, 22 പേര്. ജീവിതങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് കാണുമ്പോൾ കണ്ട ഒരു സംഭവം, അതിനകത്തെല്ലാം ഒരു പെൺകുട്ടിയുടെ കഥയെ പറയുന്നത്. പെൺകുട്ടിയുടെ കാര്യമാണ് നമ്മുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ എങ്ങനെ ജീവിച്ചാണ്. പുള്ളി കാറൊക്കെ ഉണ്ടായിരുന്നു, കാറെല്ലാം പണയമായടാ, ഞാൻ അന്ന് എന്ത് ചെയ്യും. പുള്ളി നമ്മുടെ വിഷമത്തിൽ പറയാം. ഞാൻ പറയും കുഴപ്പമില്ല, നമുക്ക് ഇതിൽ നിന്നെല്ലാം ഉണ്ടായത്, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒരു ചേട്ടനെ പോലെ ആയിരുന്നു. ആദ്യം ഒരു കല്യാണം കഴിച്ച പുള്ളി ആദ്യം ഒരു വിവാഹം കഴിഞ്ഞു. അത് ഡൈവേഴ്സ് ആയോ? എന്താ അവരുടെ ഫാമിലി പ്രശ്നമുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി എങ്ങനെ വരുന്നത്? ഇദ്ദേഹത്തിന് ഇത് ഇവര് സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. ഇഷ്ടപ്പെട്ട് എല്ലാരും എതിർത്തു, എങ്കിലും വാശിയിലായിരുന്നു. വീണ്ടേ മല്ലക്കുള്ളെന്ന് പറഞ്ഞു. അതോടെ ജീവിതം പോയി. ആ പെൺകുട്ടി വേറെ ലൈഫൊക്കെ ഉള്ള ആളാണ്. ലൈഫ് ഒരു കുട്ടിയുണ്ട്. എന്നിട്ട് പോലും പ്രദീപ് ആ പെൺകുട്ടി സ്വീകരിക്കാൻ തയ്യാറായി. ആ പെൺകുട്ടിയാണ് ഇദ്ദേഹത്തെ തൊലച്ചത് എന്ന് പറയാൻ പറ്റുമോ? എന്നാണ് അത് വന്നതിന് ശേഷമാണ് ഈ ബാധ്യത കംപ്ലീറ്റ് കയറിയത്. അത് ഉറപ്പാണ്. അവള് വന്നതിന് ശേഷമാണ് ഈ ബാധ്യത മൊത്തം കയറിയത്. എപ്പോഴും നിങ്ങൾ അറിയുന്ന പുള്ളി തകർന്നു പോകുന്ന എപ്പോഴും അറിയുന്നത്? എപ്പോഴാണ് അറിയുന്നത്? ഞങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഈ പുള്ളി മരിക്കുന്നതിൻ്റെ അന്ന് ഓഡിയോ ക്ലിപ്പ് ഇട്ടപ്പോഴാണ് അറിയുന്നത്.
അതുവരെ പുള്ളി ചിരിച്ച മുഖത്തോടെ കണ്ടു. ചിരിച്ച മാത്രമേ കണ്ടുള്ളൂ. ഞങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. വരാറില്ല. 1.5 മാസം ആക്സിഡന്റ്, കാല് ഒടിഞ്ഞു കാരണം. അതിനുശേഷം നമ്മള് സ്റ്റാഫുകൾ തന്നെ ചായയും ആഹാരങ്ങളും കൊണ്ടു കൊടുക്കും. അപ്പൊ ഓരോ കാര്യങ്ങളും പറയും. കടയൊക്കെ ഭദ്രമായിട്ട് നോക്കിക്കോളണം. അങ്ങനെയെന്ന് പറയും. ഞങ്ങൾ 23 സ്റ്റാഫുണ്ട്. പെട്ടുപോയി എന്ത് ചെയ്തിട്ട് കടങ്ങൾ കയറി. അല്ല, ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടല്ലേ പെൺകുട്ടി സ്നേഹിച്ചത്. എന്നിട്ട് ഈ പെൺകുട്ടി തേക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇത്രയും ആ ഓഡിയോ ക്ലിപ്പ് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് എനിക്കറിയില്ല. അവരൊക്കെ നമ്മൾ എന്തായിരിക്കും വിഷയം, എവിടെയാണ് തെറ്റുന്നത്, എപ്പോഴാണ് തമ്മിൽ എന്തോ ആ വീഡിയോയിൽ ഒരു ഇത് പറയുന്നുണ്ട്, അലിഗേഷന്റെ വേറെ ആൾക്കാരുടെ ബന്ധമുള്ള അത് നമുക്ക് പറഞ്ഞിട്ടില്ല. ഓഡിയോയിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നോ ഒന്നും അറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ വിജയത്തിനും പരാജയത്തിനും ഒരു സ്ത്രീയാണെന്നുള്ള ഒരു സത്യമാണ് അല്ലേ? അപ്പൊ അതിന്റെ വ്യക്തമായ തെളിവാണ് ഒരാളെ നശിപ്പിച്ച് നാരണക്കല്ലാക്കിയത് സ്ത്രീയാണ് അല്ലേ? അത് പ്രത്യക്ഷം നിങ്ങളുടെ മുമ്പിൽ തന്നെ തെളിവാണ്. നിങ്ങളെ പരിപാടിയാക്കി നമ്മളെ 10-20 കുടുംബങ്ങൾ ഇത് കാരണം ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ എല്ലാവരും പെരുവഴിയായി, അത്രേ ഉള്ളൂ. ഇനി ഈ പ്രദീപൻ എന്താണ് സംഭവിച്ചത്, പ്രദീപിന്റെ ജീവിതത്തിൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് വന്നതെന്നൊക്കെ അറിയാൻ ഇനി ഒരാളേ ഉള്ളൂ. ഇത് ഇരിക്കുന്നുണ്ടോ, ഒരു പാവപ്പെട്ട അച്ഛൻ ഒരു മകനെ പോറ്റി വളർത്തി ഇത്രത്തോളം കാത്ത് പരിപാലിച്ച ആ അച്ഛൻ്റെ ഇരിപ്പുണ്ടോ? ഇത് കണ്ട് ഒന്നാമത്തെ ഒരു വിജനമായിട്ടൊരു സ്ഥലമാണ്. ഈ റബ്ബർ തോട്ടത്തിനിടയ്ക്ക് ഈ ഒരു ചെറിയ വീട്ടിലാണ് പ്രദീപും അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു. അതിനുശേഷം ഈ അച്ഛനാണ് പിന്നെ ഈ മകനെ വളർത്തിയത്. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട അച്ഛനാണ് ഇരിക്കുന്നത്. വല്ലാത്തൊരു വിഷമായി പോയല്ലോ അല്ലേ? വിഷമായിപ്പോയി. അച്ഛാ, ഈ മകനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്ന കാര്യം അച്ഛൻ അറിയായിരുന്നു? അച്ഛൻ അവള് കല്യാണം കഴിഞ്ഞ് 1.5 മാസം വരെ ഉണ്ടായിരുന്നു. ഇവൻ്റെ കാല് പൊട്ടിക്കിടന്നപ്പം പിന്നെ ഇവള് സഹകരണം ഇല്ല. അമ്മയും മോളും കൂടെ കാപ്പി കൊണ്ട് വെച്ച് കുടിക്കും, ഇവന് കൊടുക്കില്ല. ആദ്യത്തെ കല്യാണം എങ്ങനെയാണ് ഡൈവേഴ്സ് ആവുന്നത്? അത് അവർ തമ്മിൽ താഴെയായിട്ടുള്ള പ്രശ്നത്തിലാണ് ഒഴിഞ്ഞു പോയത്. അപ്പൊ രണ്ടാമത്തെ ഈ പെൺകുട്ടി അച്ഛനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ബന്ധം ഉള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, മകൻ പറയുന്നുണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞു, ഒരു ദിവസം ചോദിച്ചവൻ പറഞ്ഞായിരുന്നു. അവർ തമ്മിൽ എങ്ങനെയാണ് എടുക്കുന്നത്? മറ്റേ പെണ്ണുമായിട്ട് മറ്റേ പെണ്ണുമായിട്ട് അടുപ്പമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആ കൊച്ചു പോകും. അല്ല, ആ പെണ്ണ് എങ്ങനെ കാണുന്നത് എങ്ങനെ, ഈ പ്രദീപ് എങ്ങനെ കാണുന്നത് എങ്ങനെ? അത് മച്ചമ്പിക്കാരനുമായിട്ടുള്ള ഇതാണ്, പെണ്ണിന്റെ സഹോദരനുമായിട്ട് കടയിൽ വന്നുള്ള ഇതാണ്. അത് അച്ഛനോട് പറഞ്ഞായിരുന്നു, പ്രദീപ് പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു. കല്യാണം ആലോചിച്ചു ശരിയാവണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛനും അനുവാദം കൊടുത്തു, കുഴപ്പമില്ല, മോന്റെ ജീവിതാവട്ടെ ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്, ജീവിതാവട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പ്രദീപ് ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നതൊക്കെ എപ്പോഴാണ് അറിയുന്നത്? അച്ഛൻ അറിയുന്നത് എപ്പോഴായിരുന്നു? അറിയാൻ ഈ ഇടക്കാലത്താണ് അറിഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ടും എവിടെ അന്വേഷിക്കാത്തതും അവന്റെ സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ പെണ്ണടിച്ചോണ്ട് പോകും, എല്ലാം അടിച്ചോണ്ട് പോയി. ഒരു ക്ലാസ് പോലും അവിടെ ഇല്ല, കുടുക്ക തുണി പോലും ഇല്ല. ഈ ശരിക്കും പറഞ്ഞ ഇയാള് നശിപ്പിച്ചത് ഈ പെണ്ണ. ഈ നശിപ്പിച്ചതെല്ലാം എവിടെ ഒരത്തിയും കാണണം. എവിടെ അവന്റെ ഒരു 15 ഉരുപ്പടിയോടെ എവിടെ ഉറക്കത്തിൽ വലിച്ചു വീട്ടിക്കൊണ്ട് പോയി. ഉറക്കത്തിൽ കിടന്നപ്പോൾ വലിച്ചു വീട്ടിക്കൊണ്ട് നിന്നിട്ട് എവിടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളാ ഉരുപ്പടി ഞാൻ എടുത്ത് പണയം വയ്ക്കുക എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നാണ് വിളിച്ചു പറഞ്ഞത്. അല്ല, മരണത്തിന്റെ ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് 1 കോടി പരം രൂപ ഈ പെണ്ണ് തട്ടിച്ചെന്ന് പറയുന്നത്. തട്ടിച്ചു. അതൊക്കെ സത്യം തന്നെയാണ്. സത്യം തന്നെ, സത്യം. പ്രദീപിന്റെ അളിയനാണ് എന്ന് പറഞ്ഞാൽ സഹോദരി കെട്ടിയ ആള്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രദീപ് ഇത്രയും മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന കാര്യമൊന്നും നിങ്ങൾ പറയുന്നില്ല, അറിയുന്നില്ല. അതൊന്നും അറിയുന്നില്ല. അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവൻ എല്ലാം ഉള്ളിൽ ഒതുക്കി വളരെ പ്രയാസത്തിലാണ് അവന്റെ ജീവിതം. കാര്യം ഈ കല്യാണം, ഈ രണ്ടാമത് ഇവളെ കല്യാണം കഴിച്ച് ആകെ തകർന്നു. 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 മാസം കഴിഞ്ഞപ്പോൾ തീർന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവ അഭിമാനിയായതുകൊണ്ട് പറയില്ല. എങ്ങനെയായിരിക്കും പെണ്ണെ ഇയാളെ നശിപ്പിച്ച് എങ്ങനെയായിരിക്കും കാണാൻ ഉദ്ദേശിച്ചത്? നശിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ആദ്യത്തെ കല്യാണത്തിൽ ഒരു അതിപ്പോൾ ഡൈവോഴ്സാണ്. അതിലെ 2 നില കെട്ടിടമുണ്ട്. അത് കൊച്ചിന് ശനി ഞായർ എന്തിനെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ബന്ധമാണ്. അവിടെയുള്ള ഇവൻ്റെ കൂട്ടുകാരന്മാരും ഇവന് വേണ്ടപ്പെട്ടവരെല്ലാം ഇവൻ്റെ സ്നേഹമുള്ളവരും അവരെല്ലാം കൂടെ പറഞ്ഞു, ഇങ്ങനെ ചെന്ന് തലയിൽ വെക്കരുത്, ഇവിടെ തല വെക്കരുതെന്ന്. പക്ഷെ വേറൊരു കാര്യം, ഇവള് മയക്കി എടുത്ത് വേറെ ഒന്നുമല്ല സാറേ, അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. കല്യാണത്തിന് മുമ്പ് പോലും ഒരു മറ്റേ ഇവൻ്റെ കടയിൽ വന്ന് ഇത്ര രൂപ പർച്ചേസിന് ഇത്ര രൂപയെന്നും പറഞ്ഞ് ഇവരെ കൊണ്ട് കൊടുപ്പിക്കലും വേണ്ട ബഹളവും. ഒരു ദിവസം 10, 30, 40,000 രൂപകൾ കൊണ്ടുവന്ന് ചിലവഴിപ്പിച്ച് എന്നിട്ട് ഇവൻ ഈ വീട് സ്വന്തമായിട്ട് അധ്വാനിച്ച് വായിച്ചാണ്. കട എന്തായാലും അവൻ അതിന് കൊടുക്കാന്നുള്ള കഴിവുള്ളവനാണ്. എന്നിട്ട് പോലെ അതും അവളെ പേരിന് വെച്ചു.
അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഇത് ഒരു കടയിൽ മനസമാധാനത്തിന് വന്നിരിക്കാൻ പറ്റില്ല, കടയിൽ കച്ചവടം നടക്കണം, അവൾ അറിയണം. മാമൻ്റെ അടുത്ത് കൂടെ ഒന്ന് പറയും, എനിക്കിപ്പോൾ എൻ്റെ കടയിൽ കയറാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കൊടുക്കണം. അതായത് ഞാൻ ഒന്നുമല്ല, പുഴുത്ത പട്ടിയെ പോലെ. എന്തെങ്കിലും മോളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മയും അച്ഛനും സഹോദരനും എല്ലാം കൂടെ വീട്ടിൻ്റെ അവിടെ വന്ന് ഭയങ്കര ചീത്ത വിളിയും ബഹളവും. ഇതിനിടയ്ക്ക് 1-2 പേര് പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേസ് എഴുതിക്കൊടു, പിന്നെ എനിക്ക് ഈ കൊച്ചിനെ ഒക്കെ വലിയ കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒരിക്കൽ മാവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഈ പ്രദീപിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് ഒരു ഇല്ലീഗൽ ബന്ധം പറഞ്ഞു, പെണ്ണിൻ്റെ വേറൊരു ബന്ധമുണ്ട്, അത് പരസ്യമായിട്ട് ഇയാളെ പ്രദീപിന് ആ കാമുകൻ എന്ന് പറയുന്ന ഒരു പെയിന്റ് വർക്ക്ഷോപ്പിലെ അദ്ദേഹം അവൻ സ്ഥിരമായിട്ട് ഇവളെ കൊണ്ട് കിടന്ന് കറങ്ങുകയും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയത് ഇവന്റെ കൂട്ടുകാർ വിളിച്ച് പറയുകയും. അതെല്ലാം നിങ്ങൾക്കറിയാമോ? ഇല്ല, നമുക്കറിഞ്ഞൂടാ. മാമൻ്റെ കൂടെ വന്ന് പറയും. ലാസ്റ്റ് മാമൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അവൾ ഇങ്ങനെയൊക്കെ പോണത് കണ്ട് ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോഴത്തേക്കും എന്നെ അവളും കൂടെ വെട്ടി കൊന്നു കളയൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം മക്കളെ വേറെ ഒന്നുമില്ല, നിനക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മാമൻ്റെ കൂടെ മാത്രമേ പറയൂ. എൻ്റെ അടുത്ത് പറയും. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ആ പൈസ എല്ലാം ഇവൾ കാരണം നശിച്ചു. പിന്നെ ഇനി ഇവൻ എത്ര കാലം ജോലി ചെയ്തിരുന്നാലും ജീവിക്കാൻ പറ്റാത്ത എത്ര കടവും കാര്യങ്ങളും എന്നൊക്കെയാണ് അവൻ പറയണത്. ഈ കുടുംബത്തിൽ ചെന്ന് പെട്ടു, അവൻ്റെ ജീവിതം തൊലഞ്ഞത്. ഇതിനപ്പുറത്തോട്ട് ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം. ഇനി നമ്മളെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അവർ അച്ഛനും അമ്മയും ഉണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടോ ഒന്നും അറിയത്തില്ല, അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയത്തില്ല. അത് ആ വലിയ വീടാണ് ആ പ്രദീപ് പറഞ്ഞ ആ പെൺകുട്ടിയുടെ വീട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, നല്ല സ്വീകരണമാണോ മോശ സ്വീകരണമാണോ, അവരെന്തെങ്കിലും പറയുമെന്നും അറിയത്തില്ല. നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോക്കങ്ങ് പോവാം. ഓക്കെ, പ്രദീപിൻ്റെ വീട് ഇതാ. പ്രദീപിൻ്റെ അല്ല പ്രദീപ് അവരെവിടെ താമസിക്കും? ഇവിടെയാണോ താമസിക്കുന്നത്? അവരെവിടെ താമസിക്കുന്നത് പ്രദീപും വൈഫൊക്കെ? ഇപ്പഴില്ല ഇവിടെ? മരിച്ചു. അല്ല വൈഫൊക്കെ താമസിച്ചോണ്ടിരുന്ന വീട്? വൈഫൊക്കെ താമസിച്ചോണ്ടിരുന്ന എവിടെയാണ്? ഇവിടെ ഉണ്ടോ? താഴെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം മോളെ പറ്റിയുള്ള സംഭവമാണ് വീഡിയോയിലൊക്കെ പ്രദീപ് പറഞ്ഞേക്കുന്നത്. 1.5 കോടി രൂപ തട്ടിയെടുത്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത് സത്യമാണോ ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. അതാണ്. പിന്നെ അങ്ങനെ പറയുള്ള കാര്യം എന്താ? നമ്മൾ ഒരു സൈഡ് മാത്രം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പ്രദീപിൻ്റെ വൈഫ് എന്ന് പറയുന്ന ആ കുട്ടി താമസിക്കുന്ന വീടാണിത്. കാരണം അവർക്കൊന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ 2 സൈഡ് നോക്കിയിട്ട് ന്യൂസ് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. പ്രദീപ് ആ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിയെ പറ്റിയാണല്ലേ, മോളെ പറ്റിയല്ലേ പറഞ്ഞേക്കുന്നത്? ആ കുട്ടിയുടെ അമ്മയാണ് നിൽക്കുന്നത്. ഒന്നും പറയാനില്ലെന്ന് പറയുന്നുമുണ്ട്. എൻ്റെ 1.5 കോടി രൂപ തട്ടിയെടുത്ത് അങ്ങനെയൊക്കെ കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കത് ക്ലിയർ ചെയ്യേണ്ടത് വേണ്ടേ? പണവും തട്ടിയെടുത്തില്ലെന്നൊക്കെ അമ്മ അടുത്തുനിന്ന് വരാൻ പറ്റുമോ? പേടിയാണ്. അതാ ഓടുക കേട്ടാ. എന്തായാലും അവർ പാവങ്ങൾ നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. ഫോട്ടോ എടുത്ത് കളയെന്ന് പറഞ്ഞ് ഓടിയേക്കാണ്. എന്തായാലും ഈ ആരോപണ വിധേയമായിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവരാരും സഹകരിക്കുന്നില്ല. കഥ അടച്ചു ഇല്ലേ? ടാറ്റ. നമുക്കിതെല്ലാം പേടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും വല്ലാത്തൊരു വിഷമപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ അങ്ങോട്ട് പ്രവേശനം പോലും ഇല്ല, അല്ലെ? വാതിലൊക്കെ കൊട്ടി അടച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ജോലി ചെയ്തു അല്ലേ? 2 വശം നോക്കണമല്ലോ. ഒരു വശം മാത്രം നോക്കിയാൽ പോരല്ലോ. പ്രദീപാണോ ശരി, ഈ പെൺകുട്ടിയാണോ ശരിയോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ നമുക്ക് ബൈറ്റുകളോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പ്രവേശനം ഒന്നും തരുന്നില്ല.